ഗോപാലേട്ടാ, ഗോപാൽ, ഗോപാലൻ, നായൻ. ആ, പേര് വിളിച്ചാലാ വന്നോടൂല്ലേ? ഏത് പേര്? എടാ ഞാൻ ഗോപാലേട്ടാന്നൊക്കെ വിളിച്ചാൽ ഞാൻ വിളി കേൾക്കുവോ? ഞാൻ കുമാരനാണ്, കുമാരൻ. കുമാരനല്ല, ഗോപാലേട്ടനാണ്. ഗോപാലേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞത്. ഗോപാലേട്ടൻ എനിക്കറിയാം, നമ്മളെ കുടുംബത്തിന് ഗോപാലേട്ടൻ അറിയാം. ഏത് കുടുംബടാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗോപാലനല്ല, ഞാൻ കുമാരനാണ്. എൻ്റെ പേര് കുമാരനാണ്. ഞാൻ മനോജ, പള്ളിയിലെ മനോജ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ? എനിക്ക് ഏത് പള്ളി? എന്ത് പള്ളി? അത് ശരിയില്ലേ, നിങ്ങളെ ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. എടാ നീ ഉദ്ദേശിച്ച ആള് ഞാനല്ല, മനസ്സിലായല്ലോ. ഗോപാലട്ടാ, പ്രശ്നമാക്കണ്ടേ. ഞാൻ പറയും, ഇവിടെ ഒച്ചത്തിൽ വിളിച്ചു പറയും. പണ്ട് ഒളിക്കുവാമറ പിടിച്ചിട്ട് പതുക്കെ പറ, മനസ്സിലായില്ലേ? അത് ഞാനിവിടെ ഒച്ചത്തിൽ വിളിച്ചു പറയും. ഞാൻ നാട് വിട്ട് വന്ന കാര്യം അറിയാലോ. അറിയാം. ആടുള്ള പ്രശ്നമെല്ലാം നടന്നിട്ട് അതെ, ഞാൻ ഭയങ്കര കഷ്ടത്തിൽ അവിടെ വന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കുക. നല്ല സ്ത്രീധനമൊക്കെ വാങ്ങിയിട്ടാ കല്യാണം കഴിച്ചത്. എന്റെ ഭാര്യ അകത്തുണ്ട്. ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ഇവിടെ പറയാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഗോപാലട്ടനല്ല, മനസ്സിലായില്ലേ? ഞാനൊക്കെ ഒരു കാര്യം, പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്ന, നാളെ ഇവിടെ ജോലിക്ക്. ഇവിടെ ഒറ്റ റൂം ഒഴിവില്ല, ഒരു സ്ഥലത്ത് ഒരു ലോഡ്ജിൽ ഒഴിവില്ല, ഒരു ക്വാർട്ടേഴ്സും ഇല്ല, ഒന്നുമില്ല. അവസാനം അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ഇവിടെ ഗോപാലേട്ടൻ്റെ വീടുണ്ട്, ആടെ പോയാൽ മതി. ആടെ ഇനി ഗോപാലേട്ടൻ ഇന്നൊന്നും പറയല്ല, ഇന്നെ കാറ്റി താമസിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാ ഗോപാലേട്ട. അങ്ങനെ വന്നതാണ്. പിന്നെ നാട്ടിലൊക്കെ സുഖം തന്നെ. നാട്ടിലിപ്പോ എല്ലാവർക്കും സുഖമല്ലേ? സ്ഥിതിയൊക്കെ അല്ല, ഞാൻ കുറെ കാലമല്ലോ. നമ്മൾ ഇടപെടുത്ത ബാലേട്ടന്റെ അടുത്ത സംഭവങ്ങൾ അറിയല്ലേ? ബാലേട്ടൻ പോയോ? ബാലേട്ടന്റെ ഭാര്യ അറിയില്ല? ഇല്ല. ബാലേട്ടന്റെ ഭാര്യ അപ്പുറത്തുള്ള രമേശൻ ചെക്കൻ്റെ കൂടി പോയി കഴിഞ്ഞില്ലേ? രമേശൻ ചെക്കൻ്റെ കൂടിയോ? അത് 22 വയസ്സുള്ള ചെക്കൻ്റെ കൂടി. രണ്ട് മക്കളുണ്ട് ഇവർക്ക്. 28 വയസ്സുള്ള 27 വയസ്സുള്ള 2 പിള്ളേരുണ്ട്. ഓരോ പെണ്ണുങ്ങൾ ചെക്കൻ്റെ കൂടി പോയി കഴിഞ്ഞു. അതിപ്പോ ഒരു ട്രെൻഡാണ്. പിന്നെ കണിയാൻ രമേശന്റെ പ്രശ്നം വെക്കുന്നേ, അയാള് കാഞ്ഞങ്ങാട് ഏതോ അമ്പലത്തിൽ പ്രശ്നം വെക്കാൻ പോയേരെ മോള് ഒരേ പ്രശ്നമായി. പ്രശ്നം വെക്കാൻ പോയാൽ ഇവിടെ പ്രശ്നമായി. എന്താ പ്രശ്നം? ഓരോ മോള് വേറാനോട് പോയി കഴിയും. അപ്പൊ പ്രശ്നം വെക്കാൻ പോയാൽ ഇവിടെ പ്രശ്നമായി. ഞാനെന്നിട്ട് രമേശനോട്ട് ചോദിച്ചു, രമേശേട്ടാ നിങ്ങൾക്ക് എന്താ ഈ പ്രശ്നം വെച്ചിട്ട് ഇതൊന്നും നാട്ടുകാരെ കയന പ്രശ്നം മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം വെക്കുന്നത്? ഞാൻ തമ്പൂല പ്രശ്നം വെച്ചേ മോനെ, അതിൽ തിരിയുന്നില്ല. വെത്തിലേൽ ഇത് തിരിയല്ല പോലും, മക്കള് പോയി കളയുന്നത്. അതുകൊണ്ട് ഓരോ മോള് പോയി കഴിയും. അപ്പൊ നാട്ടിലൊക്കെ കംപ്ലീറ്റ് പ്രശ്നം. പിള്ളേരിപ്പം പോയി കളിയാ, അമ്മമാര് പോവാ, അമ്മമാരാ പോക്ക് കൂടുതലിപ്പോ. അങ്ങനെ ആകെ പ്രശ്നമാണ്. ഞാൻ എന്തെങ്കിലും ജോലിയായിട്ട് കിട്ടിക്കിട്ട് ഇവിടെ സമാധാനത്തിൽ ജീവിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ സമാധാനത്തിൽ ജീവിക്കുക, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇവിടെ താമസിക്കാൻ വന്നു എന്നല്ലേ പറഞ്ഞത്? ഇവിടെ താമസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കല്യാണം കഴിച്ച് വലിയ സ്ത്രീധനമൊക്കെ വാങ്ങിയിട്ടാ. നാട്ടിലെ സ്ഥിതിയൊന്നും ഇവിടെ അറിയൂല. വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുക. അല്ല, ഇനി അങ്ങനത്തെ ആളല്ല, പക്ഷെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്റെ ഭാര്യയൊക്കെ ഒരുപാട് വെറൈറ്റി സ്വഭാവങ്ങളാണ്. അതെ, ഉദാഹരണത്തിന് ഈ ഇപ്പൊ എന്റെ കയ്യിൽ ബാഗ് ഉണ്ടല്ലോ, ബാഗ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാ കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ അഥവാ നീ ഉദാഹരണത്തിന് കൊടുത്തു എന്ന് വെച്ചോ, ഇത് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞ് നീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കൊടുത്താലും കാലത്ത് കൃത്യമായിട്ട് എത്തിച്ചേരും. പിന്നെ കൊടുത്തില്ലെങ്കിൽ നീ ഇവിടുന്ന് പോവില്ല. പെട്ടെന്ന് വയലന്റ് ആവും, പ്രശ്നമാവും, ആകെ കുഴപ്പമാവും, വീടിന് വരെ തീ വെക്കും. മനസ്സിലായില്ലേ? എടോ, ഒരു പ്രശ്നമില്ല. ചോദിച്ചാൽ നീ താമസിക്കുന്നുണ്ടെങ്കിൽ അവള് വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുത്താ മതി, പ്രശ്നമില്ല. എന്ത് കൊടുത്താലും കാലത്ത്, അതായത് അത് രാവിലെ കൃത്യമായിട്ട് എത്തിച്ച് ഫ്രഷ് ആയിട്ട് എത്തിച്ചു. പിന്നെ നിനക്ക് ഇവിടെ താമസിക്കാം. എന്താ ചോദിച്ചാൽ കൊടുക്കുമെങ്കിൽ താമസിക്കാം. കൊടുത്താൽ പ്രശ്നമില്ല, രാവിലെ കൃത്യമായിട്ട് എത്തിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ വരുന്നുണ്ട് ആള് വരുന്നുണ്ട്. നാട്ടില് അല്ല, ഞാൻ പറഞ്ഞോളൂ. വടകര. ഞാൻ പറഞ്ഞില്ല, എന്റെ നാട്ടില് പഴയ നാട്ടില് നാട്ടിലെ എന്റെ അടുത്ത സുഹൃത്തിന്റെ മോനാണ്. ഇവിടെ വന്നതാണ്. ചായ എടുത്തു. നല്ല കുട്ടിയാണ്. ഇത് സ്വഭാവം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പേര് തന്നെ മാറ്റി. ചായ ഇപ്പൊ കിട്ടും. അത് സ്വന്തം തന്നെ കുടിച്ചാ.
നല്ല രസമുണ്ടാവും പഞ്ചാരയൊക്കെ ഇട്ടിട്ട്. എടാ ഞാൻ പറഞ്ഞില്ലേ എന്നാ ഞാൻ പോട്ടെ. ഇനി പോന്നതാന്നല്ല, പിന്നെ ഇനി താമസിക്കണമെങ്കിൽ ഇതേപോലെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും, മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ വെറൈറ്റി സ്വഭാവമുണ്ട്. പിന്നെ എന്താ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തേ. 12 മണി കഴിഞ്ഞ് ഇനി ഞാനവിടെ പോവാനാ? കൊടുത്തേക്കല്ലേ? ചോദിച്ചാൽ കൊടുത്തേക്ക്, രാവിലെ ഫ്രഷ് ആയിട്ട് എത്തിച്ചു വരുന്നവരല്ലേ? ഓ അതാ ഓ ചേട്ടന്റെ കയ്യിലുള്ള കറുത്ത ബാഗില്ലേ? നല്ല രസമുള്ള ബാഗാ. എന്റെ കുപ്പായല്ല അതിന്റെ അകത്തുള്ള. തരൂല മോളെ. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്ത് ചോദിച്ചാലും കൊടുത്തേക്കണമെന്ന് പറഞ്ഞില്ലേ? കൊടുത്തില്ല. ജീവിക്കണം. എന്റെ SLC ബുക്കാണല്ലോ 10-15 കൊല്ലം കൃത്യമായിട്ട് ഫ്രഷ് ആയിട്ട് എത്തിച്ചേർന്നല്ലേ? 10-15 കൊല്ലം എഴുതിട്ട് പാസ്സായ SLCന്റെ ബുക്കാണ്. ഞാൻ കൊടുക്കൂല. എന്ത് കൊടുത്തേ? പിന്നെ എന്താ ചേട്ടന്റെ കയ്യില് തരൂല മോളെ. മോളെ തരൂല. ഇതാ മോള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നിന്നോട് പറഞ്ഞേക്ക് വയലന്റ് ആക്കി കംപ്ലീറ്റ് പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞില്ലേ? എന്നെയും കത്തിക്കും എന്നെയും കത്തിക്കോളൂ, മനസ്സിലായില്ലേ? ഇനി ഒന്നും ഇല്ലേ കയ്യിൽ? ഒന്നുമില്ല. ഒരു ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ സമാധാനമായി. പ്രശ്നമില്ല, എല്ലാം രാവിലെ കൃത്യമായിട്ട് എത്തിച്ചേരും. പ്രശ്നമില്ല. ഇനിയൊന്നുമില്ല, കംപ്ലീറ്റ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഓ അത് ചേട്ടാ, ആ ചേട്ടനെ കാണാനേ എന്ത് രസാ. നല്ല രസം. എനിക്ക് ആ ചേട്ടനെ വേണം. പ്രശ്നാക്കണ്ട. ഞാൻ കാലത്തിങ് എത്തിച്ചു.